നാടകീയമായാണ് യൂറോ കപ്പിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരങ്ങൾ പൂർത്തിയായത്. അവസാന മത്സരത്തിൽ ജർമ്മനി സ്വിറ്റ്സർലാൻഡിനോട് സമനില വഴങ്ങി. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച മത്സരത്തിൽ ഇഞ്ചുറി ടൈം ഗോളിൽ തോൽവി വഴങ്ങാതെ ജർമ്മനി രക്ഷപ്പെടുകയായിരുന്നു. ഇരു ടീമുകളും പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിരുന്നു. ജർമ്മനിയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ 17-ാം മിനിറ്റിൽ ജർമ്മനി വലകുലുക്കിയെങ്കിലും വാർ പരിശോധനയിൽ ഫൗളിനെ തുടർന്ന് ഗോൾ നിഷേധിച്ചു. 28-ാം മിനിറ്റിൽ സ്വിസ് പട മത്സരത്തിൽ ലീഡെടുത്തു. റെമോ ഫ്രോളറിന്റെ പാസിൽ നിന്നും ഡാൻ എൻജോയാണ് ഗോൾ നേടിയത്. തുടർന്ന് സമനിലയ്ക്കായി ജർമ്മനി പരിശ്രമിച്ചെങ്കിലും വലിയ അവസരങ്ങൾ ഉണ്ടാകാൻ അവർക്കായില്ല. തുടർന്ന് ജർമ്മനി തോൽവിയിലേക്കെന്ന് തോന്നിക്കവേ പകരക്കാരനായി ഇറങ്ങിയ ഡേവിഡ് റോമിന്റെ ഉഗ്രൻ ക്രോസിൽ നിന്ന് 92-ാം മിനിറ്റിൽ മറ്റൊരു പകരക്കാരൻ നിക്കോളാസ് ഫുൾക്രഗ് ഗോൾ നേടിയതോടെ ജർമ്മനി രക്ഷപ്പെട്ടു. സമനിലയോടെ ഗ്രൂപ്പ് എയിൽ 7 പോയിന്റുമായി ജർമ്മനി 1-ാം സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. 5 പോയിന്റോടെ സ്വിറ്റ്സർലാൻഡ് 2-ാം സ്ഥാനക്കാരായും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. അതേസമയം ഗ്രൂപ്പിലെ മറ്റൊരു പോരാട്ടത്തിൽ കഴിഞ്ഞ 2 കളിയും തോറ്റ ഹംഗറി സ്വിറ്റ്സർലാൻഡിനെ സമനിലയിൽ പിടിച്ച സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് പരാജയപ്പെടുത്തി നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി. സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ 100-ാം മിനിറ്റിലാണ് അതിനാടകീയമായ വിജയ ഗോൾ പിറന്നത്. കൗണ്ടർ അറ്റാക്കിൽ റോളൻ സലായുടെ അസിസ്റ്റിൽ കെവിൻ സൊബോത്താണ് ഹംഗറിക്ക് വിജയം സമ്മാനിച്ചത്. മത്സരത്തിൽ സ്കോട്ട്ലൻഡാണ് ആധിപത്യം പുലർത്തിയതെങ്കിലും ആകെ 4 ഷോട്ടുകൾ മാത്രമാണ് അവർക്ക് മത്സരത്തിൽ തൊടുക്കാനായത്. അതിൽ ഒന്നുപോലും ഓൺ ടാർഗറ്റിലും ഉണ്ടായിരുന്നില്ല. ഹംഗറി കൂടുതൽ ഗോളിനായി ശ്രമങ്ങൾ നടത്തി. ജയത്തോടെ ഗ്രൂപ്പിൽ 3 പോയിന്റുമായി ഹംഗറി 3-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തു. 6 ഗ്രൂപ്പുകളിൽ മികച്ച 4 3-ാം സ്ഥാനക്കാർ അടുത്ത റൗണ്ടിൽ കടക്കാൻ സാധ്യതയുള്ളതിനാൽ ഹംഗറിക്ക് നോക്കൌട്ട് പ്രതീക്ഷയുണ്ട്. അതേസമയം സ്കോട്ട്ലൻഡ് യൂറോ കപ്പിൽ നിന്നും പുറത്തായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.